സന്നിധി തന്നിൽ. ഗുഡ് മോർണിംഗ്. പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്നതായ വിഷയം എന്നത് ദൈവത്തിൻ്റെ നീതിയുള്ള കോപം. സത്യവേദ പുസ്തകം ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം, 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. പ്രിയരെ, ഈ വാക്യം നാം വായിക്കുമ്പോൾ തന്നെ ഒരു ഉദാഹരണമായി ഒരു ജീവിയെ ഇവിടെ പറയുകയാണ്. കടന്നൽ എന്നുള്ളതായ ജീവി സാധാരണയായി മനുഷ്യരോട് ആക്രമണ സ്വഭാവമുള്ളതല്ല. എന്നാൽ അവയുടെ അഭയസ്ഥാനം താറുമാറാക്കിയാൽ അതിൻ്റെ സ്വഭാവം മാറും. അവ കുത്തുക മാത്രമല്ല, വിഷം കുത്തിവെക്കുകയും ഒന്നിലധികം തവണ ആക്രമിക്കുകയും ചെയ്യും. മാത്രമല്ല, രാസ സന്ദേശങ്ങൾ മുഖേന മറ്റുള്ളവയെ കൂടെ ആകർഷിച്ചു വരുത്തി അവയെ കൊണ്ടും ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു ജീവിയാണ് കടന്നൽ എന്നുള്ളത്. ഇവിടെ 2 കൊയ്ത്തുകളുടെ ദൂതന്മാർ ആലയത്തിൽ നിന്ന് വന്നതുപോലെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് വരികയും ദൈവത്തിൻ്റെ ന്യായവിധികൾ വിശുദ്ധ മന്ദിരത്തിലെ സിംഹാസന മുറികളിൽ നിന്ന് നിരന്തരം നിർണയിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ഈ അന്ത്യ 7 ബാധകളിലുള്ളതായ ദൂതന്മാരിൽ നിന്നുള്ള വരവോടുകൂടി നമുക്ക് മനസ്സിലാക്കുന്നു. ഇവിടെ ശുദ്ധവും ശുഭ്രവുമായിട്ടുള്ള വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ് കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എഫേസ്യർക്ക് ലേഖനത്തിൽ അതിൻ്റെ 6-14 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും കൊണ്ട് ആയിരിപ്പിൻ. ഇവിടെ ന്യായവിധികൾ എന്ന് ഉള്ളതൊരു നശീകരണ ദൗത്യമായിട്ട് പറയുന്നു എങ്കിലും ദൈവത്തിൻ്റെ ക്രോധം ഒരു പഠന കാലയളവിന് ശേഷം പ്രപഞ്ചത്തിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുള്ളതായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നടപ്പാക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായം തന്നെ അതിൻ്റെ 18-ൽ ഇപ്രകാരം പറയുന്നു: മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലവും വന്നു എന്ന് മുൻകൂട്ടി അവിടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പ്രിയരെ, ഈ കാലഘട്ടത്തിൻ്റെ ആരംഭത്തെ കാണിക്കുന്നു എങ്കിൽ പുസ്തകങ്ങൾ തുറക്കപ്പെടും. ഓരോ വ്യക്തിയുടെയും ജീവിതത്തെയും അത് സമഗ്രമായി തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെ ഒരു ഗോതമ്പ് എന്നോ അല്ലെങ്കിൽ ഒരു കളയെന്നോ ക്രിസ്തുവിൻ്റെ ഒരു അനുയായി എന്നോ അല്ലെങ്കിൽ സാത്താൻ്റെ ഒരു അനുയായി എന്നുള്ള രീതിയിലോ ഉള്ള വിധത്തിൽ ഓരോ വ്യക്തിയും ന്യായവിധിക്കപ്പെട്ട് കഴിയുമ്പോൾ പുനരാഗമനത്തിന് മുമ്പുള്ള ന്യായവിധി അവിടെ അവസാനിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 7 ബാധകൾ വീഴുന്നതോടുകൂടി മാനവകുലത്തിൻ്റെ കൃപാകാലം അവസാനിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തിരുവചനം വീണ്ടും ഇപ്രകാരം നമ്മോട് ആവർത്തിക്കുന്നു. ആവർത്തന പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യത്തിൽ, നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവും വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. ആയതുകൊണ്ട് തന്നെ സത്യവേദ പുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും ജീവിച്ചിരിക്കുന്നതായ ഓരോ വ്യക്തികളെക്കുറിച്ചും അവരുടെ രക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാകുന്നു എന്ന് നമ്മെ ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുന്നു: സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഈ കാലയളവിൽ നമുക്കും നീതിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരായി നിലനിൽക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമറത്തനും നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയ ഒരു പ്രഭാതം ഞങ്ങൾക്ക് കാണുവാൻ തക്കോണം ഇവിടെ വരുത്തിയല്ലോ. ഇത്തരത്തിലൊരു ദൂത് കൽപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കേൾവിക്കാരായി, ശ്രോതാക്കളായി, കാഴ്ചക്കാരായി ദൈവം ഇവിടെ ആയിരിക്കുന്നതായ എല്ലാ ദൈവജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. സർവ്വർക്കും ഇതൊരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പകൽക്കാലമായി തീരുവാൻ തക്കോണം ഞങ്ങൾ എല്ലാവരെയും കാത്തു പരിപാലിക്കും. സകലതും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.